അവസാനം ഭാര്യയ്ക്ക് എൻ്റെ മുഖത്തോക്കി പറയേണ്ട ഗതികേട് വന്നു, മനുഷ്യ നിങ്ങളൊന്ന് നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ വല്ലയിടത്തും പോയി തൂങ്ങിച്ചാവുക ചെയ്യേ. ഞാൻ വരുന്നത് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നിന്നാണ്. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ദൈവശബ്ദം എന്ന ഒരു പ്രാർത്ഥനാ സമൂഹത്തിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അതിലൊരു ഭാഗമാകാൻ കർത്താവ് എന്നെ വിളിച്ചു. 1989 തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നിൽക്കാൻ പറ്റാത്ത വണ്ണം സാമ്പത്തികമായ കടബാധ്യതയിൽ വളരെ വിഷമിച്ച് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നിൽക്കാൻ പറ്റാതെ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം, അങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. 4,70,000 രൂപ 89 ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ കടബാധ്യത. പലിശ കൊടുക്കാൻ വഴിയില്ലാതെ സകലതും വിറ്റ് പലിശയൊക്കെ കൊടുത്തിട്ടും തീരാതെ വീട്ടിൽ വന്ന് നിരങ്ങി 10 രൂപ വില പിടിപ്പുള്ള സാധനങ്ങൾ പോലും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി വീട് വിറ്റു, വണ്ടികൾ വിറ്റു, സകലതും വിറ്റു. 250 രൂപ വാടകയ്ക്ക് ഒല്ലൂര് ദേശത്ത് താമസിക്കേണ്ട ഗതികേട് വന്നു. വെറും 4 കൊല്ലം കൊണ്ടാണ് സംഭവിച്ചത്. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ സ്വന്തമായിട്ടൊരു ബ്ലേഡ് കമ്പനിയും സ്വന്തമായിട്ട് ഹോൾസെയിൽ വ്യാപാരിയുമായിരുന്നു ഞാൻ. ലോഡ് കണക്കിന് പച്ചക്കറി കൊണ്ടുവന്ന് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ വിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു. 85 തൊട്ട് 89 കാലഘട്ടം വരയ്ക്കുള്ള 4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ മദ്യത്തിന് അടിമയായി എല്ലാവിധത്തിലുള്ള ആസക്തികൾക്കും ദുരാശകൾക്കും തഴക്കദോഷങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിതം നയിച്ചപ്പോൾ എനിക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന സകലതും നഷ്ടപ്പെടുക തന്നെയല്ല, 4,70,000 രൂപ കടബാധ്യതയായി. അതിലെ 70,000 രൂപ ഡെയിലി പലിശയാണ്. ഡെയിലി പലിശ 1000 രൂപയ്ക്ക് 5 രൂപയാണ് ഡെയിലി പലിശ കൊടുക്കേണ്ടത്. അങ്ങനെ 70,000 രൂപയ്ക്ക് പലിശ കൊടുക്കാനില്ലാതെ പലിശക്കാർ വീട്ടിൽ വന്ന് നിരങ്ങി ആകെ ജീവിതം തന്നെ വഴിമുട്ടി നിന്നപ്പോൾ ഒന്നാലെ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് ഒരു മാലാഖ എന്നോണം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പെങ്ങളെ പറഞ്ഞയക്കുകയാണ്. എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, ബേബി നീ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? അന്നും മദ്യം കഴിച്ചിട്ടാണ് വന്ന് വീട്ടിൽ കിടക്കുന്നത്. എന്നോട് പറഞ്ഞു, നീ ഒരു 5 ദിവസത്തെ ധ്യാനത്തിന് പോകണം, അപ്പോൾ എല്ലാം ശരിയാകും. 89 മൂവാറ്റുപുഴ ജീവജ്യോതി ധ്യാന കേന്ദ്രത്തിൽ 5 ദിവസത്തെ ധ്യാനം നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, രക്ഷിക്കാൻ പറ്റാത്ത വണ്ണം എൻ്റെ ജീവിതം നരകിച്ചു പോയി. എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിച്ചു. ഏകദേശം 40,000-നും 50,000-നും ഇടയിൽ വരുമാനമുണ്ടായിരുന്ന ഞാൻ അതെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞ് ഉണ്ടായിരുന്ന വീടും വണ്ടികളും എല്ലാം വിറ്റ്, ഭാര്യയ്ക്ക് കിട്ടിയ മുതലും മക്കൾക്കുണ്ടായിരുന്ന മുതലൊക്കെ വിറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഭാര്യയുടെ കമ്മലിൻ്റെ മുട്ട് മാത്രം ഇട്ട് കമ്മലിൻ്റെ ജിംക്കിയെല്ലാം ഊരിക്കൊണ്ടുപോയി വിറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒല്ലൂര് 250 രൂപ വാടകയ്ക്ക് താമസിക്കുന്ന കാലഘട്ടത്തിലാണ് പെങ്ങൾ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 4 കൊല്ലത്തെ മദ്യപാനവും ധൂർത്തുമാണ് എൻ്റെ ലക്ഷക്കണക്കിനുള്ള സമ്പത്ത് നശിക്കാനുണ്ടായിരുന്ന കാരണം. കൂട്ടുകാർ കൂടി
എല്ലാം കുടിച്ച് നശിപ്പിച്ച് ടൂറടിച്ച് നടന്ന് ബ്ലേഡ് കമ്പനിയിലെ കാശുകൾ പിരിവെടുക്കാൻ പോകാതെയും അവർ വിളിച്ചുകൊണ്ട് പോയൊരു കുറി വയ്ക്കാതെയും പച്ചക്കറി തമിഴന്മാർക്ക് പൈസ കൊടുക്കാൻ ഇല്ലാതെയും അങ്ങനെയൊക്കെ വന്ന് ആകെ നരകിച്ചിരിക്കുമ്പോഴും മദ്യം കഴിക്കുന്നതിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ₹1 നമ്മുടെ പോക്കറ്റിൽ ഇല്ലെങ്കിലും മദ്യം കഴിക്കാൻ നമുക്ക് കിട്ടുമായിരുന്നു. കാരണം ഞാൻ അനവധി പേർക്ക് മദ്യം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ മദ്യം കഴിക്കാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചെല്ലും, ഒരു പഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബാറിൻ്റെ അവിടെ ചെന്ന് നിന്ന് മേടിച്ച് കുടിച്ച് വൈകുന്നേരം ആകുമ്പോൾ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് എത്തും. വീട്ടിൽ പോകുമ്പോൾ ഒരു സഞ്ചിയിൽ കുറേ പച്ചക്കറി ആയിട്ടാണ് പോവുക. പക്ഷെ വീട്ടിൽ അതൊന്നും എത്താറില്ല. അതൊക്കെ വഴിയിൽ പോയിട്ടുണ്ടാകും. കവറിൻ്റെ ആ സഞ്ചിയുടെ വാറ് മാത്രമാണ് കയ്യിലുണ്ടാകുള്ളൂ. ഇങ്ങനെ എത്ര ദിവസം മുന്നോട്ട് പോകും. ഭാര്യ ആകെ വിഷമത്തിലായി. ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിൽ 9 മക്കളാണ് അവർ, അപ്പനും അമ്മയുണ്ട്. ഭാര്യ വീട്ടുകാരെല്ലാവരും വന്ന് എന്നെ ഉപദേശിക്കാൻ വരുമ്പോൾ അവരെയൊക്കെ ഞാൻ ചീത്ത പറയും. കാരണം അവർക്കൊക്കെ പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ്. എന്താണ് പറയുക? അവർ പറയുക, മദ്യം കഴിക്കല്ലേ ബേബിയെ, നീ എങ്ങനെ ഉണ്ടായിരുന്ന ആളാണ്, നീ ഇപ്പം ഇങ്ങനെയായത്, മദ്യം കഴിക്കാതിരിക്കേ. അവർക്ക് ഉപദേശിക്കാനുള്ളത് മദ്യം കഴിക്കരുത്. ഇത് കേൾക്കുക എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അങ്ങനെ വരുന്നവരെ മുഴുവൻ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കും, വെട്ടോത്തിയെടുത്ത് ഓടിക്കും. അങ്ങനെ അവരാരും വീട്ടിൽ വരാണ്ടായി. വീട് വളരെ പട്ടിണിയിലായി. പിള്ളേരൊക്കെ പട്ടിണി കിടക്കുന്നു, ഭാര്യ പട്ടിണി കിടക്കുന്നു. അവസാനം ഭാര്യയ്ക്ക് എൻ്റെ മുഖത്തോക്കി പറയേണ്ട ഗതികേട് വന്നു, മനുഷ്യ നിങ്ങളൊന്ന് നാട് വിട്ടു പോവേ, അല്ലെങ്കിൽ വല്ലയിടത്തും പോയി തൂങ്ങിച്ചാവേ ചെയ്യേ. എന്നാൽ എൻ്റെ വീട്ടുകാരെന്നെ പൊന്നുപോലെ നോക്കും. അപ്പോൾ അവർക്ക് എൻ്റെ ഈ വീട്ടിലേക്ക് കയറി വരാൻ പോലും സാധ്യമല്ല. അവൾക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു. എൻ്റെ ആങ്ങളാർ നോക്കും, എൻ്റെ അപ്പനമ്മ എന്നെ നോക്കും എന്നൊക്കെയുള്ളൊരു ചിന്ത അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പറയാൻ തുടങ്ങി, നിങ്ങളൊന്നാലെ എവിടേക്കെങ്കിലും ഓടിപ്പോ, നിങ്ങൾ ഈ വീട്ടിൽ വന്ന പലിശക്കാരെ കൊണ്ടും തോറ്റു, വീട്ടിൽ കിടന്നു പുറക്കാനും തൊഴിലില്ല, വാടക കൊടുക്കാനുമില്ല. ഇപ്പോൾ അവർ വാടക കൊടുക്കാനില്ലാണ്ട് അവർ പറഞ്ഞയക്കാൻ തുടങ്ങി. ഈ അവസ്ഥയിൽ പെങ്ങൾ വീട്ടിൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആ പെങ്ങളോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ എവിടേക്കെങ്കിലും നാട് വിട്ട് പോകണം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നീ നാട് വിട്ട് പോകുന്നതിന് മുമ്പ് ഒരു 5 ദിവസം നീ എൻ്റെ കൂടെ വന്ന് ഒരു ധ്യാനം കൂടിയിട്ട് നീ പൊക്കോ, എവിടേക്ക് വേണമെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പെങ്ങളുടെ കൂടെ തൃശ്ശൂർ ഒല്ലൂരിൽ നിന്ന് മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ 5 ദിവസത്തേക്കല്ലേ പോണേ. അതുകൊണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബീഡി വലിക്കാണ്ടും സിഗരറ്റ് വലിക്കാതെ നിൽക്കാൻ പറ്റില്ല. ചെറുപ്പം 12 വയസ്സ് തൊട്ട് വലി തുടങ്ങിയതാണ്, കുടിയും തുടങ്ങിയതാണ്. അന്നൊന്നും കുറേശ്ശെ കുടിച്ചേർന്നുള്ളൂ എന്ന് മാത്രം. അപ്പൻ മേടിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കഴിക്കും. അതുപോലെ തന്നെ അപ്പൻ വലിച്ചിടുന്ന ബീഡി കുറ്റി ഞാൻ പറക്കി വയ്ക്കും. അപ്പനെല്ലാവരും വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതെടുത്ത് വലിക്കും. അങ്ങനെ പഠിച്ച ഒരു സംഭവം 12 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, 5 ദിവസമാണ് നമ്മളവിടെ കഴിയേണ്ടത്. അപ്പം ഞാൻ ഓടിപ്പോയി മാർക്കറ്റിൻ്റെ പഠിക്കാം, മീൻ മാർക്കറ്റിൻ്റെ പഠിക്കാൻ ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് അവിടെ പൈസയൊന്നും വേണ്ട, നമുക്ക് ചെന്നാൽ കടം കിട്ടും. അപ്പോൾ അവിടെ ചെന്ന് വേഗം 3 കെട്ട് സ്പെഷ്യൽ കാജ ബീഡിയും 2 പാക്കറ്റ് സിസറൊക്കെ മേടിച്ച് പോക്കറ്റിലൊക്കെ വെച്ചിട്ട് പെങ്ങളുടെ കൂടെ പോയി മൂവാറ്റുപുഴ ജീവജ്യോതി ധ്യാന കേന്ദ്രത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ധ്യാനത്തിന് പോയി അവിടെ ചെന്ന് ധ്യാനം കൂടാനായിട്ട് ഇതുപോലെ ഇട്ടിരിക്കുന്നു ഹോളിൽ. ആദ്യം തന്നെ ലോറൻസ് പടനിലത്ത് എന്ന് പറയുന്ന ബ്രദറാണ് ആദ്യം തന്നെ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് വരുന്നത്. ഈ ശുശ്രൂഷ ആരംഭിക്കാൻ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബക്കറ്റുണ്ട്. ആ ബക്കറ്റും കൊണ്ടാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തോ വരുന്ന വഴി പിരിവെടുക്കാനാണോ പരിപാടി. ഇപ്പോൾ അവിടെ കാശൊക്കെ അടച്ചിട്ടാണല്ലോ ഇവിടെ കയറിയിരിക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ ഈ ബക്കറ്റിൽ ഇനി കാശ് ഇടേണ്ട വരുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ബ്രദർ മൈക്ക് എടുത്തിട്ട് ഒരു ഒറ്റ പറച്ചിലാണ്, നിങ്ങൾ വന്നിട്ടുള്ളത് ധ്യാനം കൂടാനാണ്. അതുകൊണ്ട് ധ്യാനം കൂടുമ്പോൾ നിങ്ങൾ ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക, മദ്യം കഴിക്കുക, മുറുക്കുക, പൊടി വലി, ഇതൊന്നും ഇവിടെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ മദ്യമോ മയക്കുമരുന്നോ ഏതെങ്കിലും ബീഡിയോ സിഗരറ്റോ മുറുക്കാനോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദേ ഇപ്പോൾ ഈ ബക്കറ്റ് ദേ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കൊണ്ടുവന്ന് അതിലിട്ടോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ 2 പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സിഗരറ്റ് വേണം, അല്ലെങ്കിൽ ബീഡി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിടാൻ പോയില്ല. ഞാൻ എൻ്റെ പെട്ടിയിൽ അതൊക്കെ വെച്ച് ഭദ്രാക്കി വെച്ചിട്ട് അവിടെ ഇരുന്നു. കുറേ പൊട്ടന്മാർ കൊണ്ടുവന്ന് അതിലിട്ടു, കുറേ പേര് അതിൽ കൊണ്ടുവന്നിട്ടു. ഞാനിടാൻ പോയില്ല. ഞാനങ്ങനെ ധ്യാനം തുടങ്ങി ഇങ്ങനെ കുറേശ്ശെ കഴിയുമ്പോൾ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോവും, മൂത്രമൊഴിക്കാൻ പോണ മാതിരി പോവും. അവിടെ പോയി ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കും, അത് വലിച്ച് ആ കക്കുസാര ഉള്ളിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേഗം പുകയൊക്കെ തട്ടിക്കളഞ്ഞ് ഞാൻ വേഗം വന്നിരിക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊണ്ടുപോയ സ്റ്റോക്ക് കഴിഞ്ഞു. 3 ദിവസം കൊണ്ട് ഇതൊക്കെ വലിച്ചു തീർന്നു. 3 ദിവസം കൊണ്ട് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. ഒരു 2 മണിക്കൂറായുള്ള വലിക്കാതെ ഇരുന്നിട്ട്, എന്നിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല. ഒരു 5 മണി ആയപ്പോഴേക്കും ഞാനാകെ ഈ വിപ്ലവം ഉണ്ടാക്കുന്ന പോലെ ബാക്കിലിരിക്കുന്നവരോടും മുമ്പിലിരിക്കുന്നവരോടൊക്കെ ചീത്ത പറയാൻ തുടങ്ങി. മുമ്പിലിരിക്കുന്ന കസാരകളൊക്കെ തള്ളി മറിച്ചിടാൻ നോക്കി തുടങ്ങി. അങ്ങനെ എന്തിനു പറയണേ, 7 മണി ആയപ്പോഴേക്കും ഞാനൊരു മാനസിക രോഗിയായിട്ട് തീർന്ന പോലെയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവിടെ എൻ്റെ പിന്നിലും മുമ്പിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അവർ പറയാൻ തുടങ്ങി, പ്രേക്ഷിതരെ വിളിച്ചിട്ട്, ചേട്ടാ ഈ സഹോദരനെ ഇവിടെ നിന്നൊന്ന് മാറ്റി തരുമോ? ഇവിടുന്ന് ഞങ്ങൾക്ക് ധ്യാനം കൂടാൻ പറ്റുന്നില്ല, ഭയങ്കര അലമ്പ്, ഇവിടെ തെറി പറഞ്ഞിട്ട് തോറ്റു, ചീത്ത പറഞ്ഞിട്ട് തോറ്റു, ഞങ്ങളെയൊക്കെ തള്ളിയിടുക, ഒന്ന് മാറ്റി തരാമോ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷിതരോട് വിളിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ പ്രേക്ഷിതരെ ഈ ലോറൻസ് പടനിലത്തിനോട് ചെന്ന് പറഞ്ഞു. ലോറൻസ് പടനിലത്ത് വന്നു, സ്റ്റേജിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്താ ബേബിയെ പ്രശ്നം? ബേബിക്ക് എന്താ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കേട്ടല്ലോ, എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. എന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു കൊണ്ടു. അവിടെ നിന്ന് വിളിച്ച് ഞാനിവിടെ വന്ന് ഇപ്പോൾ താഴ്ത്തു വന്നപ്പോൾ ഇവിടുന്ന് മോളിൽ നിന്ന് താഴ്ത്തേക്ക് ബ്രദർ ഇറങ്ങി വന്നിട്ട് എൻ്റെ ചെവിട്ടിൽ ചോദിച്ചു, എന്താ പ്രശ്നം ബേബിയെ, എന്താണ് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിപ്പോൾ പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു ബീഡി തന്നാൽ മതി, എൻ്റെ പ്രശ്നമൊക്കെ തീർന്നു. ഒരു ബീഡി തന്നാൽ എൻ്റെ പ്രശ്നം തീരും. അപ്പോൾ ബ്രദർ പറഞ്ഞു, അത്രേ ഉള്ള കാര്യം, അതിനെന്താ വായു ബേബി എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ച് മുകളിലേക്ക് കയറ്റി. അപ്പോൾ എൻ്റെ വിചാരം അവിടെ ബക്കറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് എടുത്ത് തരാനാവുമെന്ന് വിചാരിച്ചു ഞാൻ കൂടെ കൂളായിട്ട് കയറിപ്പോയി. മുകളിൽ വന്നപ്പോൾ ബ്രദറെ ഇവിടുന്ന് കൊണ്ടുവന്നത് ഇവിടെ നിന്നിട്ട് ഒരു തിരിയിൽ തിരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞു, സഹോദരങ്ങളെ, ബേബിക്ക് ഇവിടെ ബീഡി വലിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയണത്. നിങ്ങളെല്ലാവരും ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും എഴുന്നേറ്റ് നിന്നു, കരങ്ങൾ ഉയർത്താൻ പറഞ്ഞു, കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥന തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവർ പ്രാർത്ഥന തുടങ്ങി. ബ്രദർ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കുഴഞ്ഞു വീണു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പള്ളിയുടെ അകത്ത് കമഴ്ന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രേക്ഷിതരോട് ചോദിച്ചു, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ അവിടെ വീണു, പിന്നെ ചേട്ടന് ഓർമ്മ വന്നില്ല, ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി കിടത്തി, ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുമില്ല, എൻ്റെ ഹൃദയം ആകെ ഒരു ശൂന്യമായ ഒരു അവസ്ഥ, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയോടെ ഞാൻ അപ്പൂപ്പന്താടി നടന്നു പോണ മാതിരി ഞാൻ എൻ്റെ സീറ്റിൽ വന്ന് കൂളായിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നു മുതൽ 89 മുതൽ ഇന്ന് വരെ പിന്നെ ആ മദ്യത്തിൻ്റെയോ പുകവലിയുടെയോ മറ്റൊന്നിൻ്റെയും ടേസ്റ്റ് എൻ്റെ നാവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അത് കഴിഞ്ഞു 2 ദിവസമാണ് ധ്യാനം കൂടിയത്. ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ധ്യാനത്തിൽ എനിക്ക് ആകെ കിട്ടിയത് യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറയാനാണ്. എനിക്ക് ആകെ 3-ാം ക്ലാസ് പഠിപ്പുള്ളൂ. ഈ 3-ാം ക്ലാസ് പഠിപ്പ് വെച്ച് വേറെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനും ബൈബിൾ വായിക്കാനും ബൈബിൾ നോക്കാനും ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് അവിടെ പറയുന്നു. അത് കേട്ട് ഞാൻ പഠിച്ചു, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. 5-ാമത്തെ ദിവസമാണ് വിളിച്ചത്. ലോറൻസ് പടനിലത്ത് എന്നെ വിളിച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ലോറൻസ് പടനിലത്തിൻ്റെ അടുത്താണ് എനിക്ക് കൗൺസിലിംഗ് കിട്ടിയത്. അങ്ങനെ ഞാൻ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, സഹോദരനെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലേക്ക് ദൈവം അയക്കുന്നതായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എനിക്കിനി മാർക്കറ്റിലേക്ക് കിടക്കണമെങ്കിൽ ചേട്ടാ 2 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നെ, എന്നാൽ ഞാൻ പോവാം.
2 ലക്ഷം രൂപ ചേട്ടൻ തരികയാണെങ്കിൽ ഞാൻ പോവാം, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ ചെന്നാൽ എനിക്കറിയാം തൃശ്ശൂർ മാർക്കറ്റിൽ കാശ് കടം മേടിച്ചിട്ട് ഉള്ളവർ യൂണിയൻകാരുടെ നിന്നും അതുപോലെ വടിവാളും വെട്ടോത്തിയും കടാരിയൊക്കെ കൊണ്ട് നടക്കണവരുടെ നിന്നാണ് കാശ് കടം മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കത് കൊടുത്തില്ലെങ്കിൽ അവർ ശരിക്കും എന്നെ കൊത്തിക്കളയും. എനിക്കറിയാം പലരെയും കൊണ്ടുപോയി പീച്ചി ഗുഹയുടെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് അലക്കിയതും ഇതൊക്കെ എനിക്കറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ശക്തൻ മാർക്കറ്റിലേക്കല്ല തൃശ്ശൂർ നാട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എൻ്റെ ചെറുപ്പത്തിൽ നടന്ന, എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് നടന്ന എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അദ്ദേഹം ഓരോന്നായിട്ട് എന്നോട് പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത് വളരെ വിശ്വാസം തോന്നാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ ശക്തനിലേക്ക് പോകാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആണയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഭാര്യയോട് വലിയ ദേഷ്യമുണ്ട് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭാര്യയോട് ദേഷ്യമുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അവൾ പോയി തൂങ്ങി ചത്തൂടെ എന്ന്. എനിക്ക് ദേഷ്യമില്ലാണ്ടിരിക്കുമോ? അതെങ്ങനെ കളയാൻ പറ്റിയ ബ്രദറെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ദൈവനാമത്തിൽ നമ്മൾ ക്ഷമിക്കണം. അത് ക്ഷമിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ വഴി തുറക്കൂ ദൈവം. അതില്ലാതെ വഴി തുറക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സഹോദരൻ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയാണ് വാതിൽ തുറന്നു തരിക. അങ്ങനെ വരെ പറഞ്ഞു അദ്ദേഹം. ഭാര്യ വാതിൽ തുറന്നു തരും. ഭാര്യ വാതിൽ തുറന്നു തരുമ്പോൾ ആ പെട്ടി അവിടെ താഴെ വയ്ക്കുക, ഭാര്യയുടെ കാൽക്കലേക്ക് വീഴുക, മാപ്പ് പറയുക. ഉള്ളിയെ കയറാൻ വരെ നിൽക്കരുത്. ഉള്ളിയെ കയറാൻ നിന്നാൽ ചിന്ത മാറും. അതുകൊണ്ട് ചെന്ന വഴി ഭാര്യയുടെ കാൽക്ക് വീഴണമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ വീട്ടിലെത്തി. ഉച്ച നേരത്താണ്, 8 മണിക്ക് അവിടെ ധ്യാനം കഴിഞ്ഞു. 12 മണി ആയപ്പോൾ വീട്ടിൽ വന്ന് വാതിൽ തുറന്നപ്പോൾ ഭാര്യ വാതിൽ തുറന്ന് തന്നു. ഭാര്യ വാതിൽ തുറന്ന വഴി പെട്ടി അവിടെ ഇട്ടിട്ട് ഞാൻ കാൽക്കലേക്ക് വീണു. കാൽക്ക് വീണ വഴി അവളെന്ത് ചെയ്തു? അവളെ തല്ലിക്കൊല്ലാനാണെന്ന് വിചാരിച്ചിട്ട് അവൾ എൻ്റെ അമ്മേ എന്നെ തല്ലിക്കൊല്ലുന്നേന്നും പറഞ്ഞിട്ട് ഒറ്റ അടുക്കളയിലേക്ക്. അടുക്കളയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഇവിടുന്ന് ഏറ്റവും ഓടി അടുക്കളയുടെ മൂലയ്ക്ക് ചെന്ന് നിൽക്കുന്ന അവളുടെ കാൽക്ക് വീണു. അവിടെ വീണിട്ട് അവളോട് ഞാൻ പറഞ്ഞു റോസ്ലിയെ, ദൈവത്തിനും നിനക്കും നമ്മുടെ മക്കൾക്കെതിരായി ഞാൻ പാപം ചെയ്തു. അതെനിക്ക് തിരിച്ചറിവുണ്ടായി. അവരെന്നോട് പറഞ്ഞു നീ ഭാര്യയുടെ കാൽക്ക് വീണ് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിൻ്റെ കാൽക്ക് വീണ് മാപ്പ് ചോദിക്കുകയാണ്. നീ എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരാതെ ഇവിടുന്ന് എനിക്കിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് അവൾ 2 കൈയും ചേർത്ത് എൻ്റെ 2 തോളത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഉയർത്തിയിട്ട് പറഞ്ഞു പോയതൊക്കെ പോട്ടെ ചേട്ടാ ഇനിയും കുടിക്കാതിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് അവൾ എന്നെ പിടിച്ചു ഉയർത്തിയതാണ് ഇന്നിപ്പോൾ ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കാൻ കാരണം. അന്ന് അവൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ, അവൾ എന്നെ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ, അവൾ അന്ന് എന്നോട് ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എനിക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ എൻ്റെ പീടികയിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ, തിങ്കളാഴ്ച കാലത്ത് കയറി ചെല്ലുമ്പോൾ എൻ്റെ പീടികയിൽ എനിക്ക് 5 ശമ്പളക്കാരുണ്ടായിരുന്നു, ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഞാൻ പീടികയിലേക്ക് ചെന്നപ്പോൾ ആ ശമ്പളക്കാരും പാർട്ട്ണറും ഒക്കെ കൂടി എന്ത് ചെയ്തു? അവിടെ കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്ത് അവിടുത്തെ മുതലാളിയുടെ ഒരു കടമുറിയിലാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് ആ മുതലാളീനെ പോയി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ബേബേട്ടൻ പോയി ഞങ്ങൾ ഈ കട നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ മുതലാളി പറഞ്ഞു നിങ്ങൾ നടത്തിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് കട നടത്താൻ കൊടുത്തു. അവർ കച്ചവടം തുടങ്ങി. ഞാൻ ചെന്നപ്പോൾ എനിക്ക് പീടിയുമില്ല, കച്ചവടവുമില്ല, ഒന്നുമില്ല. ഞാൻ പീടികയിൽ കയറി വന്നത് കണ്ട് ഞാൻ കാശ് കൊടുക്കാനുള്ളവരൊക്കെ എൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നെ പീടികയിൽ നിന്ന് എടുത്ത് പൂ പോലെ എടുത്ത് റോട്ടിലേക്ക് എടുത്ത് വെച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവ് സഹോദരനിലൂടെ പറയും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിന്നാൽ മതി, ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ ഞാൻ കണ്ണടച്ച് നിന്നിട്ട് യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാഷ അവിടെയുള്ളവർക്ക് അറിയില്ല, മാർക്കറ്റിലുള്ളവർക്ക് ഈ ഭാഷ അറിയില്ല. മാർക്കറ്റ് ഭാഷ അവർക്ക് അറിയുള്ളൂ. മാർക്കറ്റ് ഭാഷ എന്താണ് മാർക്കറ്റ് ഭാഷ?
ആ അവിടുത്തെ ഭാഷ ഒന്ന് വേറെയാണ്. ആ ഭാഷയാണ് അവർക്കൊക്കെ അറിയുള്ളൂ. ഈ ഭാഷ അറിയില്ല. അവർ ഇങ്ങനെ നീ എന്ത് പെറുപെറുക്കാൻ നിൽക്കണേ, നീ കാര്യം പറയടാ, ഈ കാര്യം പറയടാ, നിന്നെ അലക്കി കളയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവരാരും എൻ്റെ മുമ്പിലില്ല, എല്ലാവരും പോയി. അവരോട് കർത്താവ് എന്താ പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല എന്നുണ്ട്. അവർ പിന്നീട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വല്ലപ്പോഴും എനിക്ക് അതിലും കിടക്കുമ്പോൾ പറയും, എന്തായിരാ, അല്ലെങ്കിൽ ശരിയായ എങ്ങനെ ചോദിക്കും. പക്ഷെ ഞാൻ ആ പീഡിയയിൽ കയറിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ബേബേട്ടാ ഞങ്ങൾ ഈ പീഡിയ ഞങ്ങൾ നടത്തുകയാണ്, ബേബേട്ടാ ഇനി വീട്ടിൽ പൊക്കോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ, ഞങ്ങൾ പീഡിയ നടത്തുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് കണ്ണടച്ച് ഞാൻ ചോദിക്കുകയാണ്, കർത്താവ് ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കിനി പീഡിയയിൽ നിന്നില്ലെങ്കിൽ എനിക്ക് ഈ കടങ്ങൾ വീട്ടാൻ പറ്റില്ല, കുടുംബം നടത്താൻ പറ്റില്ല, എന്തു ചെയ്യും എൻ്റെ കർത്താവേന്ന് ചോദിച്ച് കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, നീ ആ പീഡിയയിൽ ശമ്പളക്കാരനായിട്ട് നിൽക്കട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ശമ്പളം കൊടുത്തായിരുന്ന അവരുടെ അടുത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഒരു ശമ്പളക്കാരനായിട്ട് ഈ കടയിൽ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിൽക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല ബേബേട്ടാ, ഞങ്ങൾക്ക് കയ്യിലൊതുങ്ങിയതേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ, അങ്ങനെയാണെന്ന് വെച്ചാൽ നിന്നോളാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ തരാൻ പറ്റാമെന്നുണ്ടെങ്കിൽ അത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പീഡിയയിൽ കച്ചവടത്തിന് അവരുടെ ശമ്പളക്കാരനായിട്ട് നിൽക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ അവർ 1000 രൂപ തരും. ആഴ്ചയിൽ 1000 രൂപയാണ് എൻ്റെ ശമ്പളം. അങ്ങനെ ആഴ്ചയിൽ 1000 രൂപ മേടിക്കാൻ കൈ നീട്ടി ഉച്ചയ്ക്ക് ശമ്പളം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കാശ് കൊടുക്കാനുള്ളവർ വരും. അവർ വന്ന് ഈ കാശ് മേടിച്ച് അവർ 1000 രൂപ മേടിച്ച് അവർ 4 ആൾ പങ്കിട്ട് അവർ പോവും. എനിക്ക് പണിയെടുക്കൽ മാത്രം, കാശില്ല. അവസാനം വണ്ടിക്കൂലിയില്ല. ഒല്ലൂർക്ക് ജപമാല ചൊല്ലി ഒല്ലൂർക്ക് നടക്കുക. ഒല്ലൂരിൽ നിന്ന് 5 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് 5:30 ഇവിടെ എത്താനായിട്ട് 5 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ജപമാല ചൊല്ലി നടക്കും തൃശ്ശൂർക്ക്. വണ്ടിക്കൂലി പോലും കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നിന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക, നമുക്ക് എന്തെങ്കിലും വേറെ കാര്യം ചെയ്യണ്ടേ, അല്ലാണ്ട് ഇങ്ങനെ പോയാൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭാര്യ പറഞ്ഞു, കർത്താവ് എന്തെങ്കിലും വഴി കാണിച്ചു തരും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കരം കോർത്ത് പിടിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2-3 പേരെൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഞങ്ങളുടെ മധ്യമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കർത്താവ് പറയാണ്, നിനക്ക് എത്ര രൂപയുടെ പച്ചക്കറി വേണമെങ്കിലും ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കടം കിട്ടില്ലേ, നീ ഒരു കാര്യം ചെയ്യും, നാളെ നിൻ്റെ കടയിൽ വിൽക്കാത്ത ഒരു ഐറ്റം പച്ചക്കറി നീ മേടിച്ച് നിൻ്റെ കടയിൽ വെക്കുക, എന്നിട്ട് നീ അത് വിൽക്കാൻ നോക്കുന്നു. കർത്താവ് ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കുക. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയിട്ട് ഒരു ചാക്ക് കയ്പക്കായ മേടിച്ച്, എൻ്റെ പീടികയിൽ ഇല്ലാത്തൊരു ഐറ്റമാണ്, ഒരു ചാക്ക് കയ്പക്കായ മേടിച്ച് എൻ്റെ പീടികയിൽ വെച്ചു. അത് മേടിച്ച് വെച്ച് ഉച്ച വരെ നോക്കി, പകുതി വിറ്റുപോയുള്ളൂ, പകുതി വിറ്റുപോയില്ല. അപ്പോൾ ഞാൻ തലയിൽ കൈവച്ച് എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഈ പകുതി പാവയ്ക്കയുടെ കാശും കൂടി ഞാൻ നാളെ കാലത്ത് എവിടെന്നെങ്കിലും കടം മേടിച്ച് കൊടുത്താലേ ഇനി വേറെ കിട്ടുള്ളൂ, ഇനി അതിനെവിടെ പോകും കർത്താവേ എന്ന് പറഞ്ഞു. കർത്താവ് അപ്പം തന്നെ മറുപടി തരികയാണ്, നീ ഈ കയ്പക്കായും നിൻ്റെ തലയിലേറ്റി നീ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞതനുസരിച്ച് ആ കയ്പക്കായ ഞാൻ തലയിലേറ്റി തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ഒല്ലൂർ ചെന്ന് ഇറങ്ങി, അവിടുന്ന് അത് തല ചുമടായി എൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി. അവിടെ വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചാക്ക് വിരിച്ച് നിൻ്റെ വീടിൻ്റെ നടയിൽ കൊട്ടിയിടാന്ന് പറഞ്ഞു. കർത്താവ് ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ അതുപോലെ കയ്പക്കായ വീടിൻ്റെ ഫ്രണ്ടിൽ പടിയിൽ അവിടെ കൊണ്ടുപോയിട്ട് കൊട്ടിയിട്ടു. ആ കൊട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വഴിയെ കൂടെ പോകണവർ ചോദിക്കാൻ തുടങ്ങി, എന്താ ബേബിയാ കയ്പക്ക വിൽക്കാനാ? അതെ വിൽക്കാനാണ്. എന്താ വില? ഒരു പിടിക്ക് 10 രൂപ. ത്രാസും കെട്ടിയൊന്നും ഇല്ലേ, ഒരു പിടിക്ക് 10 രൂപ. വൈകുന്നേരം 6 മണി 7 മണി ആകുമ്പോഴേക്കും കയ്പക്ക വിറ്റ് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിറ്റത്തെ ദിവസം എന്നോട് പറഞ്ഞു, നീ ഇന്ന് വെണ്ടക്കായ, പയർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് 3-4 ഐറ്റം കൊണ്ട് പോകാൻ പറഞ്ഞു വീട്ടിലേക്ക്. അങ്ങനെ ഒരു 4 ഐറ്റം കൊണ്ട് വീട്ടിലേക്ക് പോയി. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊക്കെ വിറ്റ് തീർന്നു. ഒരു തരി പോലും ബാക്കിയില്ലാതെ ഒക്കെ വിറ്റ് പോവാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ അളിയൻ വന്നിട്ട് നീ ഇത് ഒരേ പിടി ഇങ്ങനെ വാരിയിട്ട് കൊടുത്താൽ ഇങ്ങനെ ശരിയാവുക, നീ ത്രാസും കട്ടിയില്ലാണ്ട് നീ ശരിയാവില്ല, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ വീട്ടിൽ ത്രാസും കട്ടിയിരിക്കുന്നുണ്ട്, അത് എടുത്തോണമെന്ന് വെച്ച് വിൽക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോയിട്ട് അപ്പം തന്നെ പോയി ത്രാസും കട്ടിയൊക്കെ എടുത്ത് വെച്ച് പിറ്റേ ദിവസം തൊട്ട് കച്ചവടം ഒരു 6 ഐറ്റം കൊണ്ടുവന്നു, അതൊക്കെ വിറ്റുപോയി. അങ്ങനെ ഒരാഴ്ച കൊണ്ട് കർത്താവ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നല്ലൊരു പച്ചക്കറി കട കർത്താവ് ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവഭക്തനാണെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കാര്യങ്ങൾ കർത്താവ് നോക്കുമെന്ന് അന്ന് എനിക്ക് ബോധ്യമായി. അന്ന് തൊട്ട് ദൈവത്തെ വിളിക്കാൻ എന്നും വൈകുന്നേരം ഞാനും ഭാര്യയും കരം കോർത്ത് പിടിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിയാവുന്ന പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അളിയന്മാരും അമ്മാനപ്പനും ഒക്കെ കൂടി എൻ്റെ കയ്യിലും കുറച്ച് കാശുകൾ ഇങ്ങനെ കടമുണ്ട്, എന്നാലും കുറച്ച് കുറിയൊക്കെ വെച്ച് ഇങ്ങനെ കുറച്ച് കാശൊക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ അമ്മാനപ്പൻ പറഞ്ഞു, നമുക്ക് പെരിഞ്ചേരിൽ ഒരു 5 സെൻറ്റ് സ്ഥലം കിടക്കാനുണ്ട്, നമുക്കത് മേടിച്ചാലോ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ എനിക്ക് കാശൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അളിയന്മാരും അമ്മാനപ്പനും ഒക്കെ കൂടി എന്ത് ചെയ്തു, ആ 5 സെൻറ്റ് സ്ഥലം മേടിച്ചു. 5 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് കുറച്ച് കാശ് കടമൊക്കെ ഉണ്ട് അവർക്ക്, അതൊക്കെ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു വെച്ചു. അങ്ങനെ മേടിച്ച് കഴിഞ്ഞപ്പോൾ വാടക കൊടുത്ത് ഇങ്ങനെ കഴിയണ്ടല്ലോ, നമുക്ക് അതിലൊരു വീട് വെച്ചാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹം വന്നു. അങ്ങനെ ഒരു ലോഡ് കരിങ്കല്ലടിച്ചിട്ട് അതിനുള്ള തറ കോരി ഒരു റൂം പണിത് അതിൻ്റെ മുകളിൽ ഓല മേഞ്ഞ് താമസം തുടങ്ങി. പക്ഷെ പിറ്റേ ദിവസം രാവിലെയാണ് ഒരു കാര്യം ഓർത്തത്, കക്കൂസില്ല എന്നുള്ളത്. കക്കൂസിക്ക് മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ കക്കൂസ പോയിട്ട് വേണ്ട പോവാൻ, കക്കൂസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു, രാത്രി ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കട്ടൻ കാപ്പി വെച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വാല് തുറന്ന് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് വീടിൻ്റെ പുറകിൽ പോയിട്ട് ഒരു കുഴി കുത്തി പിക്കാസ് കൊണ്ടുപോയി ഒരു കുഴിയൊക്കെ കുത്തി അത് കള വാങ്ങി അവിടെ കിടന്നായിരുന്ന 2-3 മോളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറഞ്ഞിടേ ഒരു പഴയ സാരി ഇങ്ങോട്ട് എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പഴയ സാരിയൊക്കെ മേടിച്ച് 4 കുറ്റിയൊക്കെ ഉണ്ടാക്കി കുത്തിയിട്ട് മറ വെച്ച് കക്കൂസെ പോയി, ഞാൻ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അന്ന് മുതൽ കർത്താവ് ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ പതുക്കെ ഉയർത്താൻ തുടങ്ങി. അങ്ങനെ ആ വീടിനെ പൊളിച്ച് വീണ്ടും പണിതു, ടർസാക്കി, അങ്ങനെ കൊല്ലങ്ങൾ ഇങ്ങനെ കടന്നു പോയ ആ സമയത്ത് കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. നിൻ്റെ വീട് വലുതാക്കാനും നിൻ്റെ ഭാര്യയും മക്കളെയൊക്കെ വളരെ മനോഹരമാക്കാനും അല്ല ഞാൻ നിന്നെ തൃശ്ശൂർ മാർക്കറ്റിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ എൻ്റെ ജീവിത വ്യഗ്രതയിൽ ഇങ്ങനെ ഓടി നടക്കുക. വീടിൻ്റെ കടബാധ്യത തീർക്കണം, അത് തീർക്കണം, വീടിൻ്റെ ഇപ്പോൾ മേടിച്ച സ്ഥലത്തിൻ്റെ ബാധ്യത തീർക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് ചോദിക്കുക, നിൻ്റെ ഭാര്യയും മക്കളെയും വളരെ സന്തോഷത്തിൽ നടത്താനും നിൻ്റെ കടബാധ്യത തീർക്കാനും ഇതിനൊന്നല്ല നിന്നെ ഞാൻ കൊണ്ടുവന്നത്. നിന്നെ കൊണ്ടുവന്നതിന് എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് വേറൊന്നല്ല, നിന്നെപ്പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ആസക്തികൾക്കും ദുരാശകൾക്കും തഴക്കദോഷങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ കുറേ എണ്ണമുണ്ട്, കുറേ വ്യക്തികളുണ്ട്. ആ കാലഘട്ടത്തിലാണെങ്കിൽ വടിവാളും തിക്കും തിരക്കും ബഹളമൊക്കെ ആയിട്ട് മാർക്കറ്റ് ആകെ പ്രശ്നത്തിൽ കഴിയുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് കർത്താവ് എന്നെ വിളിച്ചിട്ട് പറയാണ്, നീ നിന്നെപ്പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ ഈ മാർക്കറ്റിൻ്റെ അകത്തുണ്ട്, അവരുടെ അടുക്കലേക്ക് നീ കടന്നു പോകണം. നിന്നെ രക്ഷിച്ചൊരു ദൈവമുണ്ട്, യേശുവാണ് ഏകരക്ഷകനെന്ന് നീ അവരോട് വിളിച്ചു പറയണം, അവരുടെ കാര്യത്തിൽ നീ ഇടപെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 90 കാലഘട്ടത്തിൽ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ യേശുവാണ് ഏകരക്ഷകൻ, എന്നെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. നിനക്കറിയാമല്ലോ, ഞാൻ മദ്യത്തിന് അടിമപ്പെട്ട് ഈ കടത്തിണ്ണകളിൽ ഏത്തായി ഒലിച്ച് കിടന്നേർന്ന് എന്നെ പിടിച്ച് കർത്താവ് മദ്യപാനം എന്ന ദുശീലവും പുകവലി എന്ന ദുശീലവും ഒക്കെ എടുത്തു മാറ്റിയെങ്കിൽ നിൻ്റെ മദ്യപാനം മാറിപ്പോകും, നിൻ്റെ ബീഡി വലിക്കുന്ന അവസ്ഥ, നിൻ്റെ വീട്ടിലെ കലഹങ്ങൾ, നിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇത് തീർന്നു കിട്ടും. നീ ഒരു ധ്യാനത്തിന്
ധ്യാനത്തിന് എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ധ്യാനത്തിന് കൊണ്ടുപോകാൻ തുടങ്ങി. ആ കാലഘട്ടത്തിലെ 90 കാലഘട്ടത്തിലാണ് മഞ്ഞുമൽ ധ്യാന കേന്ദ്രത്തിൽ അവിടെ ജാഗരണ പ്രാർത്ഥന ആരംഭിച്ചു. 10 കൊല്ലത്തെ 2000-ന് വേണ്ടി 90 മുതൽ 2000 വരെ അവിടെ ജാഗരണ പ്രാർത്ഥനയുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നിന്ന് ടെമ്പോയിൽ ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങി. അവിടെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജാഗരണ പ്രാർത്ഥന കഴിഞ്ഞ് തൃശ്ശൂർ മാർക്കറ്റിൽ വന്ന് വീണ്ടും കച്ചവടം തുടങ്ങും, വീണ്ടും വ്യാപാരം തുടങ്ങി. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരെ ധ്യാനത്തിന് വിടാൻ തുടങ്ങി. 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ ധ്യാനം കൂടി വന്നവരൊക്കെ വീണ്ടും പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെയെന്ന് പറഞ്ഞോണം. അവർ വീണ്ടും മദ്യം കഴിക്കുന്നു, വീണ്ടും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, വീണ്ടും കലഹം ഉണ്ടാക്കുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ വേദനിച്ചു. കർത്താവേ, എത്ര രൂപ മുടക്കി ഓരോന്നിനെ കൊണ്ടുപോയതാ. ധ്യാനത്തിന് കൊണ്ടുപോയാൽ മാത്രം പോരാ, അവൻ്റെ വീട്ടിലേക്കുള്ള പലചരക്ക് പച്ചക്കറി സാധനങ്ങൾ മുഴുവൻ കൊണ്ടു കൊടുത്തിട്ട് വേണം അവനെ ധ്യാനത്തിന് കൊണ്ടുപോകാൻ. അങ്ങനെ ധ്യാനത്തിന് പറഞ്ഞയച്ച ഇവരൊന്നും കർത്താവെ എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മഞ്ഞുമൽ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നത് അച്ഛൻ കണ്ടപ്പോൾ അന്നത്തെ കാനപ്പുള്ളി അച്ഛനും മുണ്ടഞ്ചേരി അച്ഛനും ഒക്കെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ധ്യാനം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം, നിങ്ങൾ 1 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിടെ ഇരുന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ കൊണ്ടുപോയി അവിടെ പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്ത് ഒരൊറ്റ പറയിലാണ്, കർത്താവായി യേശുവെ, തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ കുറേ പേരെ ധ്യാനത്തിന് പറഞ്ഞയച്ചു. കർത്താവെ, അവരൊന്നും നിലനിൽക്കുന്നില്ല. 10 ദിവസം 15 ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് കർത്താവെ? നീ അവരുടെ മേൽ കരുണ വർഷിക്കണമേ, അവരെ ഒരു പുതിയ ജീവിതം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിലെ ഫ്രാൻസിസ് വടക്കെന്ന് പറഞ്ഞ നമ്മുടെ പെരിങ്ങോട്ടുകരയുള്ള ഫ്രാൻസിസ് വടക്കെന്ന് പറഞ്ഞൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ അവിടെ കർത്താവിൻ്റെ പ്രചോദനമനുസരിച്ച് കർത്താവ് നിങ്ങളോട് പറയുന്നു തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 90 കാലഘട്ടത്തിൽ മഞ്ഞുമൽ വെച്ച് കർത്താവിൻ്റെ മെസ്സേജ് കിട്ടി. ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യും, മാർക്കറ്റിൽ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിൽ എവിടെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങും, എങ്ങനെ തുടങ്ങാൻ പറ്റും? ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. 93-ൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് കർത്താവ് എൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രചോദനം തന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ധ്യാനത്തിന് പോയേർന്ന ആളുകളെയൊക്കെ കണ്ട് പറയാൻ തുടങ്ങി, നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, നമ്മുടെ നിലനിൽപ്പ് പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ബുധനാഴ്ച ദിവസം നമുക്ക് ഈ ഒഴിഞ്ഞ അവിടെ ഒരു കക്കൂസുണ്ട്, ആ കക്കൂസിൻ്റെ അരുഭാഗത്ത് ഒരു തുറസായ ഒരു സ്ഥലമുണ്ട്, ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ചോട്ടിൽ നമുക്കിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാം. നമുക്ക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ, ബിസിനസ് പ്രശ്നങ്ങൾ, അതൊക്കെ ഒന്ന് സംസാരിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടാം. നിങ്ങൾ പറ്റാവുന്നവരൊക്കെ ഒരു 11 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു ബുധനാഴ്ച. അങ്ങനെ ബുധനാഴ്ച 11 മണിയായപ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടി. പക്ഷേ 6 പേരാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. 6 പേര് വന്നു. അങ്ങനെ ഈ 6 പേരായിട്ട് ഈ പ്രാർത്ഥന തുടങ്ങി കുറേ നാൾ ഇങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ തുടങ്ങി. 6 പേരെന്നുള്ള 8 ആയി, 8, 10 ആയി, 12 ആയി, 15 ആയി. ഈ പ്രാർത്ഥന ഇവിടെ നടക്കുന്നത് അറിഞ്ഞ് ഇങ്ങനെ അരനാട്ടര ഭാഗത്ത്, എൽത്തുരുത്ത് ഭാഗത്ത്, അങ്ങനെ ആ സൈഡിൽ നിന്നുള്ളവരൊക്കെ കുറേശ്ശെ പെണ്ണുങ്ങളും ആ പ്രാർത്ഥനയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കർത്താവ് ഇങ്ങനെ പതുക്കെ ഉയർത്തി തുടങ്ങി. അങ്ങനെ 1994 ആയപ്പോൾ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ഒരു കൺവെൻഷൻ വയ്ക്കണം. നമുക്ക് മഞ്ഞുമൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഇത് വലിയ കണ്ടമാനം ജനം അവിടെ വരിക. അപ്പോൾ ഈ കൺവെൻഷൻ കണ്ടുകൊണ്ട് തോന്നി നമുക്കും തൃശ്ശൂർ പട്ടണത്തിൽ ഒരു കൺവെൻഷൻ വയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ 94 ദൈവശബ്ദം എന്ന പേരിൽ ഒരു കൺവെൻഷൻ തൃശ്ശൂർ തുടങ്ങുകയാണ്.
അന്ന് തുടങ്ങുമ്പോൾ ഗ്രൗണ്ട് ഏതാണ്, ആരെ വിളിക്കണം, എന്ത് വിളിക്കണം ഒന്നും അറിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ കൺവെൻഷൻ ബുക്ക് ചെയ്തു, കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ തുറസായി കിടക്കുന്ന, ഇപ്പോൾ സർക്കസ് നടക്കുന്ന ആ സ്ഥലം അങ്ങനെ തുറസായിട്ട് കിടക്കുക, അവിടെ കുണ്ടും കുഴിയൊക്കെയാണ്. അതൊക്കെ ഞങ്ങൾ പോയി വെടുപ്പാക്കി വൃത്തിയാക്കി കൺവെൻഷൻ്റെ ഉള്ള പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോഴാണ് തൃശ്ശൂർ രൂപത എന്നൊരു വിളി. കുണ്ടുകുളം പിതാവ് ആരാണ് അവിടെ ഒരു കൺവെൻഷൻ നടക്കണമെന്ന് പറഞ്ഞ് കേട്ടല്ലോ, എന്താ അവിടെ പരിപാടി നിങ്ങൾ ഇന്നും പറഞ്ഞിട്ട് തൃശ്ശൂർ കുണ്ടുകുളം പിതാവ് വിളിച്ചു. അവിടെ ചെന്ന് പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, പിതാവേ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കൺവെൻഷൻ അവിടെ ചെന്ന് പറഞ്ഞു, അതിനൊക്കെ ചില ചിട്ടകളുണ്ട്, അതിൻ്റെ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ അറിവില്ലായ്മ ഞാൻ പരിഗണിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഷാജൻ തേർമടച്ചെന്ന് പറഞ്ഞ അച്ഛനാണ് ഇതിൻ്റെ ഡയറക്ടർ, ആ അച്ഛനെ പോയിട്ട് കാണാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെ കാണാനായിട്ട് അന്വേഷിച്ച് പിടിച്ചപ്പോൾ അച്ഛൻ തൈക്കാട്ടുശ്ശേരിയിൽ ഉഴിച്ചിലിന് കിടക്കുക. അങ്ങനെ അച്ഛനെ പോയി അവിടെ പോയി കണ്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ നടത്തിക്കോ, ഞാൻ പൂർണ്ണ അംഗീകാരം തന്നു. അന്നു മുതൽ ഇന്ന് വരെ അച്ഛൻ തന്നെയാണ് ഞങ്ങളുടെ ആത്മീയ പിതാവ്. അന്നു മുതൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അന്ന് ആ വലിയ ഒരു കൺവെൻഷൻ, ആ കൺവെൻഷൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണ് ബൾബായി എന്ന് പറഞ്ഞോണേ. കണ്ടമാനം ജനങ്ങളിങ്ങനെ വന്നു. തൃശ്ശൂർ അന്ന് വേറെ കൺവെൻഷനുകളൊന്നുമില്ല. അപ്പം അന്ന് കൺവെൻഷനൊന്നും കാണാത്തതുകൊണ്ട് ജനം ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയായിരുന്നു. ആ കൺവെൻഷനിൽ വന്നു. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചിലവൊക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ 50,000 രൂപ ബാക്കി 50,000 രൂപ ബാക്കി വന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി 50,000 രൂപ ബാക്കി വന്നു. ഇനി അത് എന്ത് ചെയ്യണം? അപ്പോൾ ആരുടെ കയ്യിലും വെക്കാൻ പറ്റില്ല ഈ 50,000 രൂപ ബാക്കി. ആരുടെ കയ്യിൽ വെച്ചാലും അവനെടുത്ത് ചിലവാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പലിശക്കാരും കടക്കാരും ഇവരൊക്കെയാണ് ഇത് ഈ നടത്തിപ്പുകാരെ. അപ്പോൾ അത് കാരണം ഈ 50,000 രൂപ അപ്പോൾ ആരുടെ കയ്യിലും വെക്കേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കാശ് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഷായനച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛാ ഇത് 50,000 രൂപ ബാക്കിയുണ്ട്, എന്താ നമുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ 50,000 രൂപയ്ക്ക് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ അന്വേഷിച്ച് ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ കണ്ടെത്തി. ആ പെൺകുട്ടിക്ക് 5 പവനും 5 ജോഡി ഡ്രസ്സ്, 50 ആളുടെ പാർട്ടി, ഒരു അലമാരി അങ്ങനെ കൊടുത്ത് അന്ന് ഒരു കുട്ടിയുടെ കല്യാണം നടത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്നിപ്പോൾ 32ാമത്തെ കൺവെൻഷനിലേക്കാണ് ദൈവശബ്ദം കടക്കുന്നത്. ഈ വർഷം വരുന്നത് മാത്യു വയൽമണ്ണിലച്ഛനാണ്, വയനാട്. ഈ കഴിഞ്ഞ വർഷം വരയ്ക്ക്, ഈ കഴിഞ്ഞ വർഷത്തിൽ ഈ മെയ് 25-ാം തീയതി ഞങ്ങൾ 10 കുട്ടികളുടെ കല്യാണമാണ് നടത്തിയത്. 10 കുട്ടികളുടെ. ഇതുവരെ 274 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ ഈ കൺവെൻഷനിലൂടെ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ശുശ്രൂഷകളുമായിട്ട് ഇങ്ങനെ ഓടി നടന്നു. അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ കർത്താവ് എന്നെയും വളർത്തിക്കൊണ്ടിരുന്നു. ആ വീട് വിറ്റു, പെരിഞ്ചേരിയിലത്തെ വീട് വിറ്റു, അവണിശ്ശേരിയിലേക്ക് എല്ലാ കടങ്ങളും വീട്ടി, സകല കടങ്ങളും വീട്ടി പെരിഞ്ചേരിയിലെ വീട് മാറ്റി വേറെ ഒരു വീട് അവണിശ്ശേരി പള്ളിയുടെ തൊട്ടായിട്ട് ഒരു വീട് മേടിച്ചു. അവിടെ വീട് മേടിച്ചപ്പോൾ ഉണ്ടായ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ പച്ചക്കറി കച്ചവടം ചെയ്യാൻ പറ്റില്ല. അപ്പോഴും എനിക്ക് 1000 രൂപയാണ് കേട്ടോ ആഴ്ചയിൽ ശമ്പളം. ആഴ്ചയിൽ 1000 രൂപയാണ് അപ്പോഴും ശമ്പളം കിട്ടുക. അങ്ങനെ അവിടെ എനിക്ക് പച്ചക്കറി കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യും? അപ്പം ഞാനും ഭാര്യയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, മക്കളൊക്കെ വലുതായി തുടങ്ങി, അവർ 8ലും 10ലൊക്കെ ആയി. കർത്താവെ, ഇനി എന്ത് ചെയ്യണമെന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മാർക്കറ്റിൽ 100 ചെറുനാരങ്ങ ഒരാൾ മറന്നു വെച്ച് പോയി. 100 ചെറുനാരങ്ങ മറന്നു വെച്ച് പോയപ്പോൾ അത് 3 ദിവസം അയാളെ വെയിറ്റ് ചെയ്ത് നിന്നു. 3 ദിവസം കഴിഞ്ഞിട്ടും ആ ചെറുനാരങ്ങ മേടിക്കാൻ ആൾ വരാണ്ടായപ്പോൾ അത് എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നും അതിനില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോ പാണ്ടും കൂറിയൊക്കെ വന്നിട്ടുണ്ടോ, വേറെ ചീച്ചിലും ബീച്ചിലും ഒന്നുമില്ല. അപ്പോൾ പീടികയിലത്തെ പിള്ളേർ പറഞ്ഞു, ബേബേട്ടാ അത് വീട്ടിൽ കൊണ്ടുപോയി അച്ചാറിട്ടാൻ, ഇത് കളയാൻ നിൽക്കണ്ട, ആ അച്ചാറിട്ട് കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വലിയ മുതലൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ ഉള്ളിൽ നമുക്കിത് അച്ചാറിടാന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞേ, നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ, ഒരു 10 എണ്ണം എങ്ങനെയും 5 എണ്ണം എങ്ങനെ എടുത്തിട്ട് നമുക്ക് അച്ചാറിടാം, അല്ലാണ്ട് ഇത് മുഴുവനൊന്നും അച്ചാറിടാൻ പറ്റില്ല നമുക്കെന്ന്. അപ്പം ഞാൻ ഈ പാട് വിട്ട് ഇങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ട് ഇത് അച്ചാറിടാൻ പറ്റില്ലേ? അപ്പം ചേട്ടാ അത് വല്ലവർക്കും എടുത്ത് കൊടുത്തോ, നാശാക്കി കളയണ്ട അച്ചാർ. അപ്പം എനിക്കൊരു നിർബന്ധം, നമുക്കിത് അച്ചാറിടാം, ഇത് കർത്താവിന് എന്തെങ്കിലും പദ്ധതി ഉണ്ട് അവിടെ, നമുക്കിത് അച്ചാറിടാം, അല്ലാണ്ട് ഇത് നമ്മുടെ കയ്യിലിങ്ങനെ വരില്ല.
അങ്ങനെ ഞാൻ അതിനുള്ള കൂട്ടുകളൊക്കെ മേടിച്ച് മുളക് പോലെ മഞ്ഞൾ പൊടിയും കടുക് അതൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്കും അച്ചാറിട്ട് പരിചയമില്ല. ആകെ 10 ഇട്ട പരിചയമുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി എന്ത് ചെയ്തു, അച്ചാർ അങ്ങോട്ട് ഇട്ടു. ഇതൊക്കെ അരിഞ്ഞ് ഓരോ നാരങ്ങ അരിയുമ്പോഴും പരിശുദ്ധാത്മാവേ നീ ഇതിൻ്റെ മുകളിൽ അടയിരിക്കണേ, ഞങ്ങൾക്കറിയില്ല കർത്താവേ ഇത് അച്ചാറിടാനെന്ന് പറഞ്ഞ് കൊന്തൊക്കെ ചൊല്ലി പരിശുദ്ധാത്മാവിനെയൊക്കെ വിളിച്ച് ഞങ്ങൾ ഈ 100 നാരങ്ങ അച്ചാറിട്ടു. അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചീഞ്ചട്ടി നിറച്ച് അച്ചാറുണ്ട്. അപ്പോഴും അവളെന്നോട് പറയുക, ഇത് 3 ദിവസം കഴിഞ്ഞാൽ എടുത്ത് തൂര കളയേണ്ടി വരും കേട്ടോ. 3 ദിവസം കഴിഞ്ഞാൽ ഇതെടുത്ത് തൂര കളയേണ്ടി വരും. ഈ എണ്ണയും ഈ മുളക് പൊടി ഇതൊക്കെ വെറുതെ ആവും കേട്ടോ നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി, കർത്താവിന് എന്തെങ്കിലും പദ്ധതിയുണ്ട്. അങ്ങനെ ഇരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും നമുക്ക് ഓരോ ഗ്ലാസ് അച്ചാറ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ സ്റ്റീൽ പാത്രക്കുറി നടത്തിയായിരുന്നു ആദ്യം. അപ്പോൾ പറവട്ടാനിലായിരുന്നു ഞാൻ താമസിച്ചത്. പറവട്ടാനി പള്ളി സ്റ്റീൽ പാത്രക്കുറി നടത്തിയായിരുന്നു. ആ കുറി കൊള്ളന്നൂരച്ഛൻ്റെ കാലത്ത് നിർത്തി വെച്ചപ്പോൾ അത് എന്നെ ഏൽപ്പിച്ചു കൊള്ളന്നൂരച്ഛൻ. അങ്ങനെ ആ സ്റ്റീൽ പാത്രക്കുറി നടത്തിക്കൊണ്ടിരുന്ന കാരണം എൻ്റെ വീട്ടിൽ കുറേ സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്. ഈ സ്റ്റീൽ ഗ്ലാസ് നീ ഒരു കാര്യം ചെയ്ത് ആ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ ഇങ്ങോട്ട് എടുത്തതെന്ന് പറഞ്ഞു. ആ സ്റ്റീൽ ഗ്ലാസ്സിൽ മുഴുവൻ ഈ അച്ചാറ് നിറച്ചിട്ട് ആ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുത്തു. വെറുതെ കൊടുത്തു ആ സ്റ്റീൽ ഗ്ലാസ്, ഓരോ സ്റ്റീൽ ഗ്ലാസ് നിറച്ച്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വരാൻ തുടങ്ങി. ബേട്ടാ അച്ചാറുണ്ടാ, റോസിലേച്ചിയെ അച്ചാറുണ്ടാ, ഇങ്ങനെ ചോദിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു ദേ അച്ചാർ ചോദിച്ച ആൾക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് 100 നാരങ്ങ മേടിച്ചിട്ട് നമുക്ക് അച്ചാറിടാം, എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിന് 10 രൂപ വെച്ചടക്ക് വിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 100 നാരങ്ങ മേടിച്ചു, അച്ചാറിട്ടു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഈ അച്ചാറിടുന്നത്. ഞങ്ങൾ പഠിക്കാനും പോയിട്ടില്ല, അതൊന്നിനും ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഈ അച്ചാറിട്ടു. അപ്പോൾ അവർ കൊണ്ടുപോകുന്നവരോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടാവും? നല്ല ടേസ്റ്റ് ബേട്ടാ, നല്ല അച്ചാറാണ് നിങ്ങളുടെ കേട്ടോ, അച്ചാറ് നിർത്തായിരിക്കോ. അങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് എന്തുണ്ടായെന്നറിയോ, അവസാനമായപ്പോൾ 500 കിലോ അച്ചാറ് വിൽക്കുന്ന ഒരു ആളാക്കി കർത്താവ് എന്നെ മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ തൃശ്ശൂർ ഭാരത് ഹോട്ടല് 300 കിലോ അച്ചാറാണ് അവിടെ ഞാൻ കൊടുത്തായിരുന്നത്. 300 കിലോ അച്ചാർ ഒരു ആഴ്ചയിലേക്ക് അവിടേക്ക് വേണം, 300 കിലോ അച്ചാറ്. അതുപോലെ തന്നെ മിഷൻ ആസ്പത്രി ഹോസ്റ്റലുകളൊക്കെ കാറ്ററിംഗുകാർ അങ്ങനെയൊക്കെ 500 കിലോ അച്ചാർ, 3 പണിക്കാർ, ഭാര്യ, ഞാൻ ഒക്കെ. ഇതിൻ്റെ ഒപ്പമൊക്കെ ദൈവശബ്ദം കൺവെൻഷനുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും ഒരു തടസ്സമല്ല, എൻ്റെ ശുശ്രൂഷയ്ക്കൊന്നും ഇതൊരു തടസ്സമല്ല. ശുശ്രൂഷയൊക്കെ അവിടെ അതിമനോഹരമായിട്ട് നടക്കും. അതിൻ്റെ ഒപ്പം എൻ്റെ ജീവിതത്തിലെ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെയും കർത്താവ് തരണം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഇങ്ങനെ 500 കിലോ അച്ചാറൊക്കെ വിറ്റിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കർത്താവ് ഒരു ദിവസം പറഞ്ഞു എന്നോട്, നിൻ്റെ കടക്ക് വീടില്ലേ, നല്ലൊരു വീട് നെഹ്റു നഗറിൽ ഒരു സെൻറ്റിന് 12 ലക്ഷം രൂപ വെച്ച് 5 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റ് വീട്ടിലൊരു വീട്, ഇതൊക്കെ തന്നില്ലേ നിനക്ക്, മതി, അച്ചാർ കമ്പനി നിർത്താൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ചാർ കമ്പനി നിർത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ആഴ്ച നിർത്തിയിരിക്കുക പിതാവേ എന്ന് പറഞ്ഞു. ഈ ആഴ്ച നിർത്തിയിരിക്കും. ആ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഞാൻ അച്ചാർ കമ്പനി സ്റ്റോപ്പ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ചെന്നായ്പാറ ആശ്രമം തുടങ്ങുന്ന കാലഘട്ടം. ചെന്നായ്പാറ ആശ്രമം മദർ തെരേസ വന്ന് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ 26 പേരെ വെച്ചിട്ടാണ് ആ ആശ്രമം തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുറ്റിക്കൽ അച്ഛൻ ഒരു ദിവസം മാർക്കറ്റിൽ വന്നിട്ട് അച്ഛൻ പറയുകയാണ്, ബേബിച്ചേട്ടാ അരി കിട്ടാനുണ്ട്, ഈ മക്കൾക്ക് കൊടുക്കാൻ അരി കിട്ടാനുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി തന്ന് സഹായിക്കാവോ എന്ന്. അപ്പം ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു സാമ്പാറും ഒരു ഉപ്പേരിയും ഒരു അച്ചാറിനുള്ള പച്ചക്കറി ഞങ്ങൾ തന്നോളാമെന്ന് അന്ന് ഞാൻ അച്ഛന് വാക്ക് കൊടുത്തു. അന്ന് മുതലേ ഇന്നേ വരയ്ക്ക്, ഇന്ന് 400 പേരുണ്ട് അവിടെ, 400 പേര്. ഇന്നേ വരയ്ക്ക് അവർക്ക് ഒന്നിനും ഒരു കുറവില്ലാണ്ട് പച്ചക്കറി ആഴ്ചയിൽ 2 ദിവസം കൊടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് പച്ചക്കറി കൊടുക്കുന്നുവെന്ന് കേട്ടറിഞ്ഞ് ഇപ്പോൾ ഇവിടെയും കേട്ടറിഞ്ഞ് ഇപ്പോൾ 58 അനാഥ മന്ദിരങ്ങൾക്ക് പച്ചക്കറി സൗജന്യമായിട്ട് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുക.
അവിടെയുള്ള ഓരോ കടക്കാരും പച്ചക്കറി സൗജന്യമായിട്ടാണ് അനാഥ മന്ദിരങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കടക്കാരും. 2000 നമ്മുടെ ബത്തേരി പിതാവ് തൃശ്ശൂർ ശക്തനമ്പരം മാർക്കറ്റിൽ സമാപന സന്ദേശത്തിന് വന്നപ്പോൾ പിതാവ് പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരാം. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ആലയം നിങ്ങൾ ചന്തസ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ ആലയം നിങ്ങൾ ചന്തസ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. ബത്തേരി പിതാവ് വന്നിട്ട് പറഞ്ഞു, ചന്തസ്ഥലം ഈ പിള്ളേരെ ദേവാലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് കാലത്ത് ദൈവം വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ കൺവെൻഷനുകളും ആ പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ അവിടെ ആരംഭിച്ചത്. നമുക്കറിയാം, തൃശ്ശൂർ ശക്തനമ്പരം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വളരെയധികം തിക്കും തിരക്കും ബഹളവും തെറിയും അതിൻ്റെ എല്ലാമാണ്. എന്നാൽ ഇന്ന് അതൊക്കെ മാറ്റി. ഇന്ന് ദൈവവചനം കേൾക്കാത്ത ആ ഭാഗത്തോടെ പോകുന്നവർക്കൊക്കെ പീടികളിൽ നിന്ന് ബോക്സ് വെച്ച് ദൈവവചനം കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ കഴുത്തിലും നല്ല കൊന്ത അല്ലെങ്കിൽ വെന്തിങ്ങ. എല്ലാവരും അപ്പുറത്തും ഇങ്ങോട്ടും കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുന്നു. തെറി പറഞ്ഞായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം എന്തെന്ന് പറയണമെന്നറിയോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടും കടക്കുമ്പോൾ അങ്ങനെയാക്കി മാറ്റി. മാർക്കറ്റിനെ ഒരു ശുദ്ധീകരിക്കുവാൻ കർത്താവ് ഈ പാപിയും ബലഹീനനുമായ എന്നെ അവിടെ നിന്ന് ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിലനിൽക്കുന്നത് 5 വചനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നെ പഠിപ്പിച്ച 5 വചനങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 5 വചനങ്ങളാണ് എന്നെ നിലനിർത്തിയത്. ഈ 5 വചനങ്ങൾ ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 12-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഒരു ദൈവ പൈതലാകാൻ ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ പേര് ദൈവ പൈതലിനെ യോജിച്ച പ്രവൃത്തി തൃശ്ശൂർ ശക്തനമ്പരം മാർക്കറ്റിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എങ്ങനെയാണ് ഈ ലോകത്ത് കടന്നു വന്ന് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിച്ചതും അന്ധർക്ക് കാഴ്ച കൊടുത്തതും പീഡിതരെ ബലപ്പെടുത്തിയതും ഇതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി. അതേപോലെ തൃശ്ശൂർ ശക്തനമ്പരം മാർക്കറ്റിൽ രോഗികളായിട്ടുള്ളവരെയും തെറി പറയുന്നവരെയും പീഡിതരെയും വീട്ടിൽ കലകച്ച് കഴിയുന്നവരെയും അവരുടെ വീടുകളിലൊക്കെ പോയി അവരെ സ്വാന്തനപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ച് അവരെ നേടിയെടുത്ത് ആ കൂട്ടായ്മയോട് ചേർക്കാനായിട്ടുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരെയും നേടിയെടുക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഓരോരുത്തരും നേടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ഒരു മകനായിട്ട് ഞാൻ തീരണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. ആ തിരുവചനം എന്നെ ശക്തിപ്പെടുത്തിയതിന് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവാണ് അവൻ അവിടെ നിന്ന് നൽകുന്നത്. സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ദൈവ പൈതലായിട്ട് മാറണം. ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് നമ്മൾ തീരണം. രണ്ടാമത് എന്നെ കർത്താവ് കൂട്ടിക്കൊണ്ട് പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലെ 31-ാം തിരുവചനമാണ്. നമുക്ക് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8:31 തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു മകനായിട്ട് തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് തൃശ്ശൂർ ശക്തനമ്പരം മാർക്കറ്റിൽ യേശുവിനെ പോലെ നടക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഒരു കാര്യമാണ് കർത്താവ് എന്നോട് പറഞ്ഞത്: നീ ശിഷ്യനായിട്ട് തീരണം. യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യന് യോജിച്ച പ്രവൃത്തികൾ നീ ചെയ്യണമെന്ന് എന്നോട് അന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ശിഷ്യൻ എന്താണ് ചെയ്തത് അതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരെയും ഞാൻ ശക്തിപ്പെടുത്താൻ
കൊടുക്കാൻ തുടങ്ങി. അവരെയൊക്കെ വചനപ്രഘോഷകരാക്കാൻ പരിശ്രമിച്ചു. അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഷാജനച്ചിലൂടെയും ഈ ഞങ്ങൾ മഞ്ഞുമിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവരെ ഓരോരുത്തരെ കൊണ്ടുപോയി വചനപ്രഘോഷകരാക്കി മാറ്റി. കുറേ പേരെ വചനപ്രഘോഷകരാക്കാൻ പറ്റി. ഇന്നും ഇപ്പോൾ തൃശ്ശൂർ ദൈവശബ്ദം ടീമിൽ 29 കൺവീനേഴ്സ് ഉണ്ട്. 29 കൺവീനേഴ്സ്. ഈ കൺവീനേഴ്സിൽ 10-12 വചനപ്രഘോഷകർ, കൗൺസിലേഴ്സ് ഒക്കെ ദൈവശബ്ദം ടീമിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ശിക്ഷന് യോജിച്ച പ്രവൃത്തി എന്താണ് ശിഷ്യന്മാർ ചെയ്തത്? ആ ശിക്ഷന് യോജിച്ച പ്രവൃത്തി ചെയ്യാൻ കർത്താവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതനുസരിച്ച് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് തൃശ്ശൂർ മാർക്കറ്റിലെ ഈ ഒന്നിനും കൊള്ളരുതാത്ത പാപികളും ബലഹീനരും അശക്തരുമായ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ട മക്കളെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 97 കാലഘട്ടത്തിൽ 97 തോമസ് പോളിൻ്റെ കൺവെൻഷനായിരുന്നു. 97 തോമസ് പോളിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ ആ സമയത്താണ് എൻ്റെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ 2 പേരെയാണ് TST തിരഞ്ഞെടുത്ത്. TSTയിലേക്ക് തിരഞ്ഞെടുത്തു. തൃശ്ശൂർ സർവീസ് ടീമിലേക്ക് തിരഞ്ഞെടുത്തു. അതിലൊരാളാണ് MA ബാബു. തൃശ്ശൂർ മാർക്കറ്റിലെ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. തൃശ്ശൂരിലുള്ള എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയും നിയന്ത്രിക്കാനായിട്ട് ഈ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ഒരു ചുമട്ട് തൊഴിലാളിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അന്ന് അവന് വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ തൃശ്ശൂർ രൂപതയുടെ സർവീസ് ടീമിൻ്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്ത ആ കാലഘട്ടത്തിൽ 3 മാസം കഴിയുമ്പോൾ തന്നെ അവൻ്റെ ഭാര്യ വിശേഷമുള്ളതായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഞാനും TST മെമ്പറായി. ആ കാലഘട്ടത്തിൽ TST മെമ്പറായിരുന്നു. തൃശ്ശൂർ രൂപതയെ നയിക്കാൻ പാകത്തിന് ഈ വിവരം കെട്ട മക്കളെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിപ്പോൾ ഞാൻ ബസിലിക്ക സബ് സോണിൻ്റെ കോർഡിനേറ്ററാണ്. 20 പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറാണ് ഞാൻ. കർത്താവിന് ഒന്നും അസാധ്യമല്ലെന്നേ. നമ്മൾ വിചാരിക്കും എങ്ങനെ ഇതൊക്കെ സംഭവിക്കും, എങ്ങനെ ഇത് സാധ്യമാകുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എന്നാൽ കർത്താവിന് ഇതൊന്നും അസാധ്യമല്ല. ഒരു വിവരമില്ലാത്ത ഞങ്ങളെ പിടിച്ച് കർത്താവ് ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുക. ഇന്ന് ഷാലോമിൽ, ഷക്കീനയിൽ ഒക്കെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുക സഹോദരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശിക്ഷന് യോജിച്ച പ്രവൃത്തി നീ ചെയ്യണം. ആദ്യം ഒരു മകനായിട്ട് തീരണം, ഒരു മകളായിട്ട് തീരണം, ഒരു ശിക്ഷനായിട്ട് മാറണം, ഒരു ശിക്ഷയായിട്ട് മാറണം. കർത്താവ് രണ്ടാമത് ശിക്ഷയാകാൻ പറഞ്ഞു. മൂന്നാമത് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 26-ാം തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പിതാവിൻ്റെ ബഹുമാനം അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരു നല്ല ശുശ്രൂഷകനാണോ നീ, നല്ലൊരു ശുശ്രൂഷകയാണോ, നിൻ്റെ പിതാവ് നിന്നെ ബഹുമാനിക്കും. എൻ്റെ പിതാവ് എന്നെ ബഹുമാനിച്ചു. എനിക്കിന്ന് ഒന്നിനും ഒരു കുറവില്ല. ഏത്തായി ഒലിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പീഡിയത്തിണ്ണയിൽ കിടന്നുറങ്ങിയ എന്നെ പിടിച്ച് ദൈവം തൃശ്ശൂർ മാർക്കറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുന്ന് പടിപടിയായി കർത്താവ് എന്നെ പിടിച്ചുയർത്തി. ഈ കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ മാർക്കറ്റിൽ പീഡിയെന്ന് ഒഴിവായിട്ട്. ആ പീഡിയെന്ന് 34 വർഷം ഞാൻ ആ പീഡിയയിൽ ജോലി ചെയ്തു. 34 വർഷം ജോലി ചെയ്ത് ഞാൻ പോരുമ്പോൾ എനിക്ക് 2000 രൂപയാണ് ശമ്പളം. ആഴ്ചയിൽ 2000 രൂപ ശമ്പളം ഉള്ളപ്പോഴാണ് അവിടെ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോരുന്നത്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ്. ഇന്ന് എനിക്ക് ഒന്നിനും ഒരു കുറവില്ല. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ, ആ പീഡികയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് എനിക്ക് എല്ലാം നൽകിക്കഴിഞ്ഞു. കാരണം എൻ്റെ മക്കളെയൊക്കെ യഥാസ്ഥാനപ്പെടുത്തി. എനിക്ക് 3 ആൺപിള്ളേരായിരുന്നു. ഈ 3 ആൺപിള്ളേരെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി പഠിപ്പിച്ചു കഴിഞ്ഞ് മൂത്ത മകൻ സിവിൽ എഞ്ചിനീയറായി.
സിവിൽ എഞ്ചിനീയറായി അവൻ വിവാഹം കഴിച്ചു. സിവിൽ എഞ്ചിനീയർ തന്നെ അവൻ വിവാഹം കഴിച്ചു. അവനിപ്പോൾ 2 കുട്ടികൾ. അവൻ സ്വന്തമായിട്ട് ഒരു ഓഫീസുണ്ട്, സ്വന്തമായിട്ട് വീടുകൾ പണിത് കൊടുക്കുന്നു. അവൻ്റെ കീഴിൽ 10-40 പണിക്കാരെ, ഒന്നിനും ഒരു കുറവില്ലാണ്ട് അവനെ വഴി നടത്തി. അവൻ യഥാസ്ഥാനപ്പെടുത്തി ദൈവം. 2ാമത്തെ മകൻ കൊരട്ടി ഇൻഫോ പാർക്കിലെ ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു കൊറോണ വരെ. അവൻ നെറ്റ്വർക്ക് ടെക്നീഷ്യനാണ്. അമേരിക്കയുടെ കമ്പനിയിലായിരുന്നു. ആ കൊറോണ സമയത്ത് അവർ 10-40 പേരെ പിരിച്ചുവിട്ടതിൽ അവനും പോരേണ്ടി വന്നു. അവൻ വന്നു കഴിഞ്ഞു പിന്നെ കയറാൻ നിന്നില്ല. അവനൊരു കട, അഞ്ചേരി ഭാഗത്തൊരു കട തുടങ്ങി. അവൻ നെറ്റ്വർക്ക് ടെക്നീഷ്യനും ക്യാമറ ഫിറ്റ്, CCTV ക്യാമറ വയ്ക്കൽ, ഗേറ്റ്, ഇലക്ട്രോണിക് ഗേറ്റ് ഉണ്ടാക്കൽ പരിപാടികൾ, കമ്പ്യൂട്ടർ നന്നാക്കൽ, അങ്ങനെയൊക്കെയുള്ളൊരു കട തുടങ്ങി. ഒരു 3-4 പേര് 5 പേരോളം അവൻ്റെ ശമ്പളക്കാരനായിട്ട് അവനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. അവൻ കല്യാണം കഴിച്ചു. അവൻ ആയുർവേദ ഡോക്ടറെ കല്യാണം കഴിച്ചു. മിഷൻ ആസ്പത്രിയിൽ 2 വർഷം ജോലി ചെയ്തു, ആയുർവേദ ഡോക്ടർ, സയൻറ്റിസ്റ്റായിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒമാനിലേക്ക് പോയി. ഒമാനിലിപ്പോൾ അവിടുത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി ഇപ്പോൾ തിരിച്ചു വന്നു. പോരുന്ന വഴി ഇപ്പോൾ ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പരീക്ഷ എഴുതാൻ വേണ്ടി ഒമാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവിടെ ജോലി ചെയ്തുകൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി വീണ്ടും അങ്ങോട്ട് പോകാനായിട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് 3 മക്കൾ, മൂത്ത മകന് 2 മക്കൾ. കാറിന് കാറ്, ബൈക്കിന് ബൈക്ക്, ഒന്നിനും രണ്ട് നിലയുള്ള 5 ബെഡ്റൂമുള്ള ഒരു വീട്ടിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നു. ഒരു കുറവില്ല. കക്കൂസ പോലുമില്ലാതെ വിഷമിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കർത്താവിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് എന്നെ പടിപടിയായിട്ട് ഇങ്ങനെ ഉയർത്താൻ തുടങ്ങി. കർത്താവ് എൻ്റെ ഭാര്യയിൽ നിന്നും എടുത്ത സകല സ്വർണത്തിന് പകരം അത് 4 ഇരട്ടിയായിട്ട് കർത്താവ് കൊടുക്കാനായിട്ട് എനിക്ക് കർത്താവ് നൽകി. ഞാൻ ആരുടെ അടുക്കലൊക്കെ കാശ് കടത്തിന് വേണ്ടി, കടം മേടിക്കാൻ വേണ്ടി ഓടി നടന്നോ, ഇന്ന് കർത്താവ് എന്നിലൂടെ അത് കൊടുക്കാനായിട്ട് ഞാൻ കൊടുക്കുന്നവനായിട്ട് മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ശുശ്രൂഷകനാകാൻ നമ്മൾ പരിശ്രമിക്കണം. നല്ല ശുശ്രൂഷകൻ, ഒരു നല്ല ശിഷ്യനാകാൻ, ഒരു നല്ല മകനായിട്ട് മാറാൻ നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കർത്താവിന് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്താൽ കർത്താവ് ഈ പറഞ്ഞതൊക്കെ നമുക്ക് തരാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വെച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യും. ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ബ്രേക്ക് ചെയ്യാതെ മുന്നോട്ട് പോകണം. എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ആകുലതകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കർത്താവ് നമ്മളെ അതൊക്കെ ചവിട്ടി മെതിച്ച് നടക്കാനുള്ള കൃപ നൽകും. നമുക്കറിയാം, പത്രോസും കൂട്ടരും വള്ളത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു അകലെ കടലിൻ്റെ മീതെ നിൽക്കുന്നതായിട്ട് കണ്ടു. ആഞ്ഞടിക്കുന്ന തിരമാലയുണ്ട്, ആ കടലിലാണ് നിൽക്കുന്നത്. വലിയ തിരമാല ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തു അവരുടെ മുമ്പിലേക്ക് വന്നത്. ഇവരാദ്യം ഭൂതമാണെന്ന് തോന്നി. അടുത്ത് വന്നപ്പോൾ മനസ്സിലായി അവന് യേശുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസ് വിളിച്ചു ചോദിച്ചു, യേശുവേ, ഗുരുവേ, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരട്ടെ? യേശു പറഞ്ഞു, വാടമോനെ എന്ന് പറഞ്ഞു. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് കാലെടുത്ത് വെള്ളത്തിൽ വെച്ചു, താഴുന്നില്ല. അടുത്ത കാലെടുത്ത് വെച്ചു, താഴുന്നില്ല. പിന്നത്തെ കാല് വെച്ചു, താഴുന്നില്ല. യേശുവിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക യേശുവിൻ്റെ അടുക്കിലേക്ക്. അവൻ പോകുമ്പോൾ ശാന്തമായ കടലിലൂടെയല്ല കടന്നു പോയത്. അവൻ പോയത് ശാന്തമായ കടലിലൂടെയല്ല, ആഞ്ഞടിക്കുന്ന തിരമാല അവൻ്റെ കാലിൻ്റെ അടിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഓരോ തിരമാല വരുമ്പോഴും പത്രോസ് കാലെടുത്ത് മുകളിലേക്ക് വെച്ച് ചവിട്ടി ആ തിരമാലകളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുത്തെത്തിയപ്പോൾ നമുക്കുണ്ടാകുന്നത് പോലൊരവസ്ഥ പത്രോസിനുണ്ടായി. നമ്മളും പലപ്പോഴും ഇപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ ഒന്നിനും ഒരു കുറവില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് ഞാനും കർത്താവിൽ നിന്നും ചിലപ്പോൾ നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധമാണത്. ചിലപ്പോൾ യേശുവിൻ്റെ മുഖത്തുനിന്ന് ചിലപ്പോൾ നമ്മൾ കണ്ണെടുത്ത് പുറകിലേക്കൊന്ന് നോക്കും. പത്രോസും ചെയ്തത് അതാണ്. യേശുവിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്ത് ഞാൻ യേശുവിൻ്റെ അടുത്ത് എത്തിയത് എന്നൊരു തോന്നൽ പത്രോസിൻ്റെ മേലുണ്ടായിട്ടുണ്ടാവും. മറ്റ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അവൻ മുഖം തിരിച്ചു, അവൻ താന്നുപോയി. ഇത് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോൾ, അസ്വസ്ഥതകൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. എന്നാൽ കർത്താവ് നമുക്ക് കൃപ നൽകിക്കഴിഞ്ഞാലോ നമ്മളുടെ വിളി നിന്നു, നമ്മൾ പഴയ അവസ്ഥയിലേക്ക് കടന്നുപോയി. ഇപ്പോൾ ഒന്നിനൊരു കുറവില്ല എന്ന് കാണുമ്പോൾ നമ്മൾ യേശുവിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഒരു നല്ല ശുശ്രൂഷകനായിട്ട് മാറണം. നമ്മളെല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നവരാ, പല വിധത്തിലുള്ള ശുശ്രൂഷ ചെയ്യും. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന ശുശ്രൂഷ, വ്യക്തികളെ പ്രീതിപ്പെടുത്താതെ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും. കർത്താവ് പറയുകയാണ് ഇവിടെ, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഒരു പിതാവിൻ്റെ ബഹുമാനം എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് പറയുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15:14 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു സ്നേഹിതനായിട്ട് മാറണം. ആരാണ് സ്നേഹിതൻ? കർത്താവ് ചോദിച്ചില്ലേ, ആരാണ് സ്നേഹിതൻ? ഇന്ന് നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഒരു ദുഃഖമോ കഷ്ടതയോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നുണ്ടോ? നമ്മളുടെ അടുത്ത് ആരും പങ്കുവയ്ക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ഈ ആത്മഹത്യകൾ മുഴുവൻ നടക്കുന്നത്. ഈ ആത്മഹത്യ മുഴുവൻ നടക്കുന്നതിൻ്റെ കാരണം പങ്കുവെപ്പില്ല. ഒരു നല്ല സ്നേഹിതനെ ഞാൻ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നില്ല. ഇന്ന് ആരോടെങ്കിലും എൻ്റെ ഒരു വിഷമം തുറന്നു പറഞ്ഞാൽ അത് പിന്നെ പത്രത്തിലിടണ്ട, എല്ലാവരും അറിഞ്ഞോളും. അതൊരു സ്നേഹിതനല്ല. ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ എല്ലാം അറിയുന്നവനാണ്. അത് പുറത്ത് പറയാനുള്ളതല്ല, തമ്പുരാനോട് പറയാനുള്ളതാണ്. പക്ഷെ നമ്മളിത് മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളിങ്ങനെ അവഹേളിക്കാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നല്ല സ്നേഹിതനാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു നല്ല കൂട്ടുകാരുണ്ടോ നമുക്കിപ്പോൾ? ഒരു നല്ല കൂട്ടുകാരില്ല ആർക്കും. കാരണം എന്താ? അവന് തോന്നണം എന്നോട് പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിലേക്ക് എടുക്കുള്ളൂ, പുറത്ത് പറയില്ല എന്ന് മറ്റൊരാൾക്ക് തോന്നണം. ഇന്ന് കൗൺസിലിങ്ങിന് ഇടിയാണ്. ഞാൻ എല്ലാ മാസവും എൽറുഹയിലേക്ക് ഒരു ബസ് ആളെയും കൊണ്ടുപോകുന്നുണ്ട്. 49 ആൾക്ക് 25 പേർക്ക് കൗൺസിലിങ് തരുള്ളൂ, ടോക്കൺ തരുള്ളൂ. എനിക്ക് 49 പേര് ബസ്സിൽ കയറ്റാൻ 25 പേർക്ക് തരുള്ളൂ. പക്ഷേ ഈ 49 ആൾക്കും എന്ത് വേണം? കൗൺസിലിംഗ് വേണം. അതിന് വേണ്ടിയിട്ടാണ് വരണേ. തമ്പുരാനെ വിളിക്കാനോ തമ്പുരാനെ കണ്ടുമുട്ടാനോ അവിടെ വെച്ച് അഭിഷേകം പ്രാപിക്കാനോ അല്ല വരുന്നത്. എൻ്റെ കാര്യങ്ങൾ അറിയണം. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എനിക്കത് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ യേശുവിനെ കണ്ടെത്തിയപ്പോൾ, യേശുവിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ഇന്ന് അഭിഷേകം പ്രാപിച്ചു. അവരൊക്കെ രക്ഷ പ്രാപിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മാത്രമല്ല, എൻ്റെ ബന്ധുക്കൾ, ഞാനായിരിക്കുന്ന തൃശ്ശൂർ ശക്തനമ്പര മാർക്കറ്റ്, ഞാനായിരിക്കുന്ന ദേശം, എൻ്റെ ഇടവകയിൽ രണ്ടാമത്തെ നെഹ്റുനഗർ ഇടവയാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 2 പ്രാവശ്യം കൈക്കാരനായി. ഇനി മൂന്നാമത്തെ എന്നെ നിർത്താൻ പറ്റില്ലാത്ത കാരണം എന്നെ ആക്കണില്ല. ഒരാൾക്ക് 2 പ്രാവശ്യം നിൽക്കാൻ പാടുള്ളൂ. ആ 2ഉം കഴിഞ്ഞു. ഇനി പറ്റില്ല. ഇനി 1 കൊല്ലം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആവണമെങ്കിൽ. എന്തുകൊണ്ട് അവരെല്ലാവരും പറയണം ബേബി വേണം, ബേബി വേണമെന്ന്? ദൈവശബ്ദത്തിൻ്റെ എല്ലാ കൊല്ലം മാറി 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 ലീഡർമാരെ തിരഞ്ഞെടുക്കും. ഇപ്പം 18ാമത്തെ പ്രാവശ്യം ലീഡറാണ് ഞാനിപ്പോൾ. 18ാമത്തെ പ്രാവശ്യം. എന്തുകൊണ്ടാണ് എല്ലാവരും പറയണേ? ഒരു നല്ല ശുശ്രൂഷകനായതുകൊണ്ട്, ഒരു നല്ല ശിഷ്യനായതുകൊണ്ട്, ഒരു നല്ല മകനായി മാറിയതുകൊണ്ട്, ഒരു നല്ല സ്നേഹിതനാണെന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. അഞ്ചാമത്തത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 24-ാം തിരുവചനം.
21-24 യോഹന്നാൻ എന്താ അവിടെ പറയണേ? ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നത്, ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യങ്ങൾ സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഓരോ കൺവെൻഷനുകളും കഴിയുമ്പോൾ എത്രയോ പേരാണ് സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. ഇപ്പോൾ എൽറുഹയിൽ 2 മണിക്കൂർ സാക്ഷ്യത്തിന് മാത്രം, 2 മണിക്കൂർ എടുക്കണേ സാക്ഷ്യത്തിന്. ഈ സാക്ഷ്യം പറഞ്ഞു പോകുന്നവർ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവാണ്. സാക്ഷ്യം അപ്പോഴത്തെ കിട്ടി, അപ്പോൾ കഴിഞ്ഞു പോയി. കർത്താവ് പറയുന്നു, നീ സാക്ഷ്യ ജീവിതം നയിക്കുന്ന വ്യക്തിയാകണം. അവനാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്, അവനാണ് സാക്ഷ്യം പറയേണ്ടത്. ഇതെൻ്റെ രോഗം മാറി കഴിഞ്ഞു, അവൻ ആ വഴിക്ക് പോയി. ഇന്ന് കേരളത്തിലെ 30% ആളുകളും ധ്യാനം കൂടി സാക്ഷ്യം പറഞ്ഞവരായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മളുടെ ഈ കേരളം ഇതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്നു? നമുക്ക് മകനാകാൻ പറ്റുന്നില്ല, ഒരു ശിഷ്യനാകാൻ പറ്റുന്നില്ല, ഒരു ശുശ്രൂഷകനാകാൻ പറ്റുന്നില്ല, ഒരു സ്നേഹിതനാകാൻ പറ്റുന്നില്ല, ഒരു നല്ല സാക്ഷ്യത്തിൻ്റെ ഉടമയാകാനും പറ്റുന്നില്ല. സാക്ഷ്യം പറയുന്നവർ വേണ്ടതുണ്ട്, അതിൽ കാര്യമില്ല. നീ ഒരു സാക്ഷ്യ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണം സാക്ഷ്യം പറയാൻ. എൻ്റെ രോഗം മാറി, എൻ്റെ മോള് ലണ്ടനിലേക്ക് പോയി, അവിടേക്ക് പോയി, ഇവിടേക്ക് പോയി, ഇങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടതുണ്ട്. പക്ഷേ ഒരു വ്യക്തി പോലും, ഞാനിപ്പോൾ 34 വർഷമായി കർത്താവേ നിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നു. സാക്ഷിയായിട്ട് നിൽക്കണമെങ്കിൽ സഹനങ്ങൾ കണ്ടമാനം സഹിക്കണം, കണ്ടമാനം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതിനെയൊക്കെ ചവിട്ടി മെതിച്ച് കർത്താവേ ഒരു സ്നേഹിതനാകാൻ, ഒരു നല്ല ശുശ്രൂഷകനാകാൻ, ഒരു നല്ല ശിഷ്യനാകാൻ, ഒരു നല്ല മകനാകാൻ, ഒരു നല്ല സാക്ഷിയായിട്ട് മാറാൻ കർത്താവേ നീ എന്നെ അനുവദിച്ചു, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഒരു നല്ല സാക്ഷി അനുഭവം പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഈ ജീവിതം, ഇനിയുള്ള ജീവിതമെങ്കിലും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. കർത്താവ് പറഞ്ഞു കഴിഞ്ഞതൊക്കെ പൊക്കോട്ടെ. എൻ്റെ ഭാര്യ പറഞ്ഞത് അതാ, പോയതൊക്കെ പൊക്കോട്ടെ ചേട്ടാ, എല്ലാം നശിച്ചു പൊക്കോട്ടെ, ഒന്നും പേടിക്കണ്ട, ചേട്ടൻ ഇനി കുടിക്കാതിരുന്നാൽ മതി. അന്ന് ആ വാക്ക് കേട്ട് നടന്നതിൻ്റെ ഫലമായിട്ട് ഇന്ന് കർത്താവ് ഈ അൾത്താരയുടെ മുകളിൽ നിന്ന് നിങ്ങളോടിത് പറയാൻ എന്നെ അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ, ഈ വരുന്ന നവംബറിലാണ് ദൈവശബ്ദം കൺവെൻഷൻ, 15 തൊട്ട് 19 വരയ്ക്കുള്ള ദിവസങ്ങളിൽ. ഈ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. മാത്യു വയൽമണ്ണിൽ അച്ഛനാണ് വരുന്നത്. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ഇന്ന് നടക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മ ആ മാർക്കറ്റിൻ്റെ അല്ല, ഇപ്പം മാർക്കറ്റിൽ നിന്ന് മാറ്റി. കർത്താവ് ഇപ്പം നല്ലൊരു സ്ഥലം തന്നു. നമ്മുടെ സൂര്യ സിൽക്ക്, തൃശ്ശൂർ പഴയ ഇമ്മാനുവൽ കെട്ടിടത്തിലെ സൂര്യ സിൽക്കാണ്, കണ്ണൂരുള്ളൊരു ചേട്ടനാണ് ആ സൂര്യ സിൽക്ക് നടത്തുന്നത്. ആ ചേട്ടൻ്റെ അവതാരം കൊണ്ട് ഇന്ന് അവിടെ ഒരു മുറിയിൽ ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണി മുതൽ 1 മണി വരെ പ്രാർത്ഥന ശുശ്രൂഷയുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരത്തെ ഓട്ടോറിക്ഷക്കാരെ എല്ലാവരും കൂടി വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ കൂട്ടായ്മ നടക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 11 മണി തൊട്ട് 12 മണി വരെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ദൈവശബ്ദം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ആരും വരണമെന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആ ശുശ്രൂഷ മനോഹരമായിട്ട് നടക്കാൻ തൃശ്ശൂർ മാർക്കറ്റിൽ ഇനിയും അനവധി മക്കൾ മാനസാന്തരപ്പെടാനുണ്ട്. അനവധി പേര് ഇനിയും ദൈവത്തെ കണ്ടെത്താനുണ്ട്. അവരൊക്കെ ദൈവത്തെ കണ്ടെത്താനും അവരിലൂടെ അനേക പ്രവർത്തനങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.